രേണുസുതിയെ കുറിച്ച് ഞാനെന്താ അഭിപ്രായം പറയാനാ? പുള്ളിക്കാരത്തേക്ക് ഇപ്പം ജീവിതമാർഗമാണ് പുള്ളിക്കാരത്തി കണ്ടെത്തിയേക്കുന്നത്. നമ്മളൊരു വ്യക്തിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് വേണമെങ്കിൽ എനിക്ക് അഭിപ്രായം പറയാം. വേറൊരു വ്യക്തിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമില്ല. അവർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഇപ്പോൾ കാണുന്ന പ്ലാറ്റ്ഫോമാണ് അവർക്ക് സന്തോഷം നൽകുന്നത്, അവർക്ക് ഇൻകം നൽകുന്നത്, അവർക്ക് ഫെയിം നൽകുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ എന്താ കുഴപ്പം? നാട്ടുകാർക്കാണ് കുഴപ്പം, അവർക്കൊരു കുഴപ്പമില്ല. അത് എനിക്കതിനെക്കുറിച്ച് അഭിപ്രായമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അഭിപ്രായം പറയേണ്ട ആളേ അല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ഉപദ്രവം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു. സോഷ്യൽ മീഡിയയാണ് കൂടുതൽ ഏറ്റെടുത്തേക്കുന്നത്. ഒരു വ്യക്തിനെ, അറിയപ്പെടാത്തൊരു വ്യക്തിനെ ഇത്രയും കോടിക്കണക്കിനായിട്ടുള്ള ആൾക്കാർ അറിയുന്നു എങ്കിൽ അതിലൊരു എഫക്റ്റ് ഉണ്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർത്തി എന്നുള്ള രീതിയിൽ രേണുവിനെ പോലത്തെ സ്ത്രീകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു സമൂഹം, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ല. ചില ആൾക്കാർ ഫോട്ടോയിൽ പോലും നിൽക്കാത്ത നമ്മുടെ ഇടയിലുണ്ട്. ഫോട്ടോ പോലും എടുപ്പിക്കില്ല. അവർക്ക് അങ്ങനെ മറ്റുള്ള ആൾക്കാർ തിരിച്ചറിയുന്നില്ല. ചില ആൾക്കാർ അങ്ങനെയല്ല. ഞാനും ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടി നടന്ന ഒരാളാണ്. രേണു അതുപോലെ തന്നെ ആയിരിക്കും ആൾക്കാർ തിരിച്ചറിയുക. ഈ ഒരു പ്ലാറ്റ്ഫോം ഇഷ്ടമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഇതാണ്, വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയില്ലേ, അതാണ് അവർ നേടിയേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ രേണു ഇപ്പോൾ ഇതിൽ കൊണ്ട് നടന്നു പോയി കഴിഞ്ഞാൽ രേണുസുതി എന്ന ആൾക്കാർ പറയും. ആ ഒരു പേരും ആ ഒരു വ്യക്തിനെയും ബ്രാൻഡാക്കിയത് സോഷ്യൽ മീഡിയ പങ്കുവച്ചിട്ടുണ്ട്, രേണുസുതിയും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വളർച്ച നിങ്ങളെപ്പോലെ തന്നെ നമ്മളും കാണുന്നുണ്ട്. ഇനി ഇത്രയും കാലം ഇങ്ങനെ പോയി നല്ല രീതിയിൽ മോശപ്പെട്ട കമൻറ്റുകളുണ്ടാകും. കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞത് നല്ലത് മാത്രം എഴുതാനല്ല, എന്തോ എഴുതാൻ, മോശമോ എഴുതാൻ, നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതാൻ വേണ്ടിയാണ് കമൻറ്റ് ബോക്സുകളുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ നിയമങ്ങൾ പാലിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണെങ്കിൽ, മോശമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കാറുണ്ട്, നല്ലതാണെങ്കിൽ അംഗീകരിക്കാറുണ്ട്. അവരുടെ വീഡിയോ കണ്ടിട്ട് പേഴ്സണലി എന്താണ് തോന്നുന്നത്? ഇല്ല, എനിക്കങ്ങനെ ഒന്നും തോന്നാറില്ല. റിയൽ ലൈഫ് വേറെ, അവർ അങ്ങനെയല്ല അഭിപ്രായങ്ങൾ കുറേ ആൽബങ്ങളിലൊക്കെ വന്നു. അപ്പോൾ എത്രത്തോളം അത് അംഗീകരിക്കാൻ പറ്റിയതാണോ അതോ കാട്ടിക്കൂട്ടലായിട്ട് തോന്നിയോ? ഒരിക്കലും കാട്ടിക്കൂട്ടലായിട്ട് തോന്നുന്നതായിട്ട് പറയാൻ പറ്റില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതി ആഗ്രഹിക്കുന്ന മേഖല വലുതാണ്. അതിനുള്ള തുടക്കമാണിത്. അവരെ പിടിച്ചിട്ട് വലിയ മേഖലയിലേക്ക് കൈ പിടിച്ച് ഉയർത്താൻ വേണ്ടി ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്ന് വലിയ പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോകാനുള്ള ഒരു വഴിയായിക്കോളൂ ഇപ്പോൾ ഇത്. തീർച്ചയായിട്ടും ഇതുപോലെ പോലും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ട് പോലും ഇത്രയും ഫെയിം കിട്ടാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒത്തിരി പടത്തിന് നായികയായിട്ട് അഭിനയിച്ച ആൾക്കാരുണ്ട്. ഒരുപാട് സിനിമയിൽ ക്യാരക്ടർ വേഷം ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. രേണുവിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് തിരിച്ചറിയുന്നുണ്ട്. അത് ഭയങ്കര ആർക്കും അപൂർവം ചില ആൾക്കാർക്ക് കിട്ടുന്ന, മോശമാണെങ്കിലും നല്ലതാണെങ്കിലും, നല്ലതിൽ മോശത്തിൽ ഇത്തിരി നല്ലതുണ്ട്. ഞാൻ മോശമാണെന്ന് അല്ല പറയുന്നത്. ഞാൻ രേണുവിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എന്നെക്കുറിച്ച് ആണെങ്കിൽ ഞാൻ പറയാം. രേണുവിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്.